ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ആരംഭത്തിൻ്റെ കഥയാണ് കേട്ടോ. നമ്മളുടെ ക്രൈഫിഷുകളെ വളർത്തി ആരംഭിച്ച ഒരു കഥയാണ്. ചെറിയൊരു കഥയാണ്. വീഡിയോ എത്രത്തോളം നീളുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാണുന്നത് ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമർ എന്ന് പറയുന്ന ജെയിൻറ്റ് ലോബ്സ്റ്റർ എന്നൊക്കെ പറയുന്ന എഡിബിൾ ആയിട്ടുള്ള ലോബ്സ്റ്ററാണ്. ഞാൻ ഷ്രിമ്പിൽ നിന്നാണ് ആദ്യം ഇവിടെ വളർത്തി തുടങ്ങിയത്. അത് നമുക്ക് വിജയിച്ചില്ല, നഷ്ടത്തിലേക്ക് തന്നെ പോയി. അതിനുശേഷം പിന്നീട് നമ്മൾ കൊണ്ടുവന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലുള്ള ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമർ എന്ന് പറയുന്ന ജെയിൻറ്റ് ലോബ്സ്റ്ററുകളാണ്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു 20 പീസാണ് ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അന്ന് വളരെ ചെറിയ സൈസ്, നമുക്കൊരു 100-150 രൂപയ്ക്ക് എങ്ങാണ്ടാണ് അന്ന് നമ്മൾ കളക്ട് ചെയ്തത്. വളരെ കുഞ്ഞ് സൈസായിരുന്നു. അവരെ നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ അതും നമുക്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. കാരണം ഓരോ ദിവസവും അത് ഡെഡായി പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ഡെഡായി പോയി തീർന്നു. അങ്ങനെ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ വില അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെയറിന് അന്ന് 7000 രൂപയാണ് ഒരു പെയറിന് റേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രത്തോളം വിലയൊക്കെ പറഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ക്രൈഫിഷുകൾക്കും അതുപോലെ തന്നെ ഈ ലോബ്സ്റ്ററുകൾക്കൊക്കെ. പക്ഷേ ഞാനത് വുഡ് സ്റ്റോക്കൊന്നും മേടിച്ച് നമ്മൾ വെള്ളത്തിൽ വളരുന്ന ജീവികളാണ്, എന്തെങ്കിലും കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ 7000 രൂപ നമുക്ക് നഷ്ടമാകുന്നതിൻ്റെ പേരിൽ ഞാനത് മേടിക്കാനൊന്നും നിന്നില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ 20 പീസിൽ നിന്ന് ഏകദേശം ഒരു 5 പീസാണ് നമുക്ക് ബാക്കി അവശേഷിച്ചത്. അവർ വലുതായി, അവരെ നമ്മൾ വളർത്തി കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് ബാക്കി 3 ചത്തുപോയിട്ട് പിന്നെ നമുക്ക് കിട്ടിയത് ഈ പറഞ്ഞ 2 ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമറിൻ്റെ ഒരുവിധം വലിപ്പമായിട്ടുള്ള കുട്ടികളായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രൈഫിഷിൻ്റെ പരിപാടി ആരംഭിച്ചായിരുന്നു. ക്രൈഫിഷ് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എഗ്ഗിലോടായി കുട്ടികളൊക്കെ ആയി തുടങ്ങുകയും ചെയ്തായിരുന്നു. ആ 2 ലോബ്സ്റ്ററിൽ ഒരെണ്ണം കൂടി നമുക്ക് നഷ്ടമായി. പിന്നീട് നമ്മളതിനെ അവസാനിപ്പിച്ചില്ല. നമ്മൾ നേരെ പിന്നെയും കുറച്ച് കുട്ടികളെയും കൂടി കളക്ട് ചെയ്തു. അതിൽ നിന്നെല്ലാം കിട്ടി. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഒരു വലിപ്പത്തിലേക്ക് എത്തി, ഒരു ബ്രൂഡ് സ്റ്റോക്ക് പരുവത്തിലേക്ക് എത്തിയ കുട്ടികളെയാണ് നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നതും അങ്ങനെ വളർത്തി വലുതാക്കി അത്യാവശ്യം നല്ല ബ്രൂഡിൻ്റെ വലിപ്പത്തിലേക്ക് എത്തി നിൽക്കുന്ന ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമറിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബ്രൂഡുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ വെച്ച് നമ്മൾ പല പരീക്ഷണങ്ങളൊക്കെ നടത്തി. എഗ്ഗ് ലോഡാവാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടിട്ടും 1-2 പ്രാവശ്യം എഗ്ഗ് ലോഡായിട്ടും അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് നമ്മൾ ആ പരീക്ഷണം അവസാനിപ്പിച്ചില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവന്ന ക്രൈഫിഷ് നമുക്ക് അത്യാവശ്യം സക്സസ് ആയിട്ട് പോകുന്ന രീതിയിലേക്കൊക്കെ എത്തി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷകൾക്കൊക്കെ വക കിട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ പറഞ്ഞ ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമറും നമുക്ക് എഗ്ഗ് ലോഡൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എഗ്ഗ് ലോഡായി കിട്ടി. അതിനെ നമ്മൾ കൊണ്ടുവന്ന ടബുകളിലേക്കൊക്കെ മാറ്റിയിട്ട് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞു. 1-2 മാസത്തിന് മേലെയൊക്കെ ആയി അവൾ എഗ്ഗ് ലോഡായ ആ പാത്രത്തിൽ കിടക്കാനും അവിടെ നിന്ന് വിരിഞ്ഞൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമറിനെ വളർത്തി ഏകദേശം നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് ഏകദേശം നമുക്കൊരു 2 വർഷത്തിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട്. ശരിക്കും കറ തീർന്ന് 2 വർഷത്തിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ നമ്മൾ ഈ ഒരു മേഖലയിൽ കാത്തു നിൽക്കേണ്ട വന്നു. അപ്പോൾ ആ കാത്തു നിൽക്കേണ്ട വന്നെങ്കിലും അതിൻ്റെ ഒരു ഫലമാണ് ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ആ കുട്ടികൾ ഇതേ വിരിഞ്ഞ് ഇറങ്ങി ഇതേ കണ്ട ആ പാത്രത്തിൻ്റെ ആ ഹൈഡിങ് പ്ലേസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവൾ പൂർണ്ണമായിട്ടും കുട്ടികളെ അവളുടെ വയറിൻ്റെ അടിഭാഗത്തു നിന്ന് വിട്ടിട്ടുണ്ട്. അതാണ് ആ ഒരു ഷെല്ല് പൊഴിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. സാധാരണ ക്രൈഫിഷുകളൊക്കെ വിരിഞ്ഞ് കുട്ടികൾ റിലീസായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വയറിൻ്റെ അടിഭാഗത്തു നിന്ന് ബാക്കിയുള്ള കുട്ടികളെയും കൂടി നമ്മൾ കുടഞ്ഞ് കളഞ്ഞ് ക്രൈഫിഷുകളെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് കിടക്കുന്ന ടാങ്കുകളിലേക്ക് മാറ്റാറുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു ആദ്യത്തെ ചാൻസ് ആയതിൻ്റെ പേരിൽ ഒന്നിനും നമ്മൾ നിന്നില്ല. അവളുടെ ഷെല്ലൊക്കെ പൊഴിച്ച് അവൾ ഫ്രീ ആവുന്നത് വരെ, കുട്ടികൾ ഫ്രീ സിം ആവുന്നത് വരെയും നമ്മൾ കാത്തു നിന്നു. അങ്ങനെ അവരെ നമ്മൾ പിടിച്ച് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടപ്പോൾ ഏകദേശം ഒരു 19 കുട്ടികളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്നും സെയിൽ ചെയ്യാനായിട്ടല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ബ്രൂഡുകളിലേക്ക് മാറ്റും. കാരണം ഇതിന് എത്ര എണ്ണം നമുക്ക് റിക്കവറായിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമുക്ക് ഒറ്റയടിക്കെല്ലാം കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടത്തിലേക്ക് വീണ്ടും നമ്മൾ കൂപ്പുകുത്തും. അതിൻ്റെ പേരിൽ ഇതെല്ലാം നമ്മുടെ ബ്രൂഡുകളിലേക്ക് കയറാനുള്ള കുട്ടികളാണ്. പിന്നെ ഇവരുടെ മെയിലും ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് താമസമൊക്കെ ഉള്ള, കുറച്ച് വലുപ്പമൊക്കെ എത്തിയാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. ആ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമറിനുണ്ട്. അപ്പോൾ ആ ഷെല്ലൊക്കെ അതേ അവൾ പൊഴിച്ച് കളഞ്ഞിട്ട് ഞാനത് സൂക്ഷിച്ചാണ് കളയുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികൾ കയറിയെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടിയെങ്കിലും ഇത് ചെയ്യാൻ കാരണം അതാണ്. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ വിളിക്കുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ടോ, ക്രൈഫിഷിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക്. നമ്മളൊരു സുപ്രഭാതത്തിൽ കുറച്ച് ബ്രൂഡ് സ്റ്റോക്കുകളെയും കൊണ്ടുവന്നിട്ട് നാളെ തന്നെ എഗ്ഗ് ലോഡായി അത് നമുക്ക് വിറ്റ് സെയിൽ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു മേഖലയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം മീനുകളുടെ പോലെയല്ല, ഇവർ കടി കൂടി ഡെഡാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് ബ്രൂഡുകളെ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാലും അവരെ
നമുക്ക് എത്രത്തോളം കിട്ടും, അതിൽ നിന്ന് എത്ര കുട്ടികളെ കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കത് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് ബ്രൂഡുകളെയും മേടിച്ചിട്ട് നാളെ തന്നെ സെയിൽ തുടങ്ങാമെന്നുള്ള വിചാരം നമ്മളെ ഈ പറഞ്ഞ പോലെ അതൊരു വലിയ നഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന വിലയ്ക്ക്, വില കുറവിനൊക്കെ കുട്ടികളെ കിട്ടുമ്പോൾ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് സൈസ് ആയാലും കുഴപ്പമില്ല, ഒരു 1-2 മാസം നമ്മൾ കൊണ്ടുപോയി നോക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയെങ്കിലും നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ട നമുക്കതൊരു അറിവും അതുപോലെ തന്നെ ഒരു അനുഭവമായിരിക്കും. എന്നിട്ട് നമ്മളതിനെ ബ്രീഡാക്കി കുട്ടികളെയൊക്കെ സെയിൽ ചെയ്യാനും ആദ്യം കിട്ടുന്ന കുട്ടികളെ നമ്മുടെ ബ്രൂഡിലേക്ക് മാറ്റിയിടാനും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒന്നല്ല, ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം അതിന് വേണ്ടി കാത്തിരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ക്രേഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുട്ടികളൊക്കെ സെയിൽ ചെയ്യുന്ന ഒട്ടുമിക്ക ബ്രീഡർമാരും ഈ പറഞ്ഞ പോലെ ഇത്രയും നാളുകളൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് അതിന് വേണ്ടി പരിശ്രമിച്ച് അതിൻ്റെ പിന്നാലെ നടന്നിട്ടൊക്കെയാണ് അവർ പിന്നെ ഈ കുട്ടികളെയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. കാരണം ഒരു 2 വർഷം എന്നതുപോലെ കറ തീർന്ന് നമുക്കൊരു 2 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടന്നിട്ടാണ് ഇപ്പം നമുക്ക് കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങാനായിട്ട് പറ്റിയത്. അപ്പോൾ ആരും ബ്രൂഡുകളെ ചോദിച്ച് മേടിക്കരുതെന്നല്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ആരംഭിച്ച് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പരിശ്രമമാണ് ഇപ്പോൾ നമ്മളെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ ഇതുകൊണ്ട് അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ കുട്ടികളെ നമ്മൾ സാധാരണ മാറ്റാറുള്ള പോലെ നമ്മുടെ അവർ വിരിഞ്ഞിറങ്ങി കുറച്ച് ദിവസം നമ്മൾ കീപ്പ് ചെയ്യുന്ന ടാങ്കുകളിലേക്ക് മാറ്റിയിടാനുള്ളൊരു പരിശ്രമത്തിലാണ്. അപ്പോൾ ഈ ഒരു 50 കുട്ടികളുണ്ട്, അവരെ നമ്മളത് ഒന്നിച്ച് ആ ഒരു ടാങ്കിലേക്ക് മാറ്റിയിടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇവരുടെ ഓരോ വളർച്ചയും അതിൻ്റേതായ അപ്ഡേഷൻസ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാണ്. നിങ്ങൾക്ക് ഒരു അനുഭവങ്ങളായിരിക്കും, അറിവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ക്രേഫിഷിനെ വളർത്തുന്നതൊന്നും വേണ്ടാന്ന് വെക്കാനല്ല, ക്രേഫിഷിനെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും അതിനെ വളർത്തി നോക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു ആദായം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് നമുക്ക് എന്താ പറയുക, ഇരുന്നിട്ട് കാല് നീട്ടുക എന്ന് പറഞ്ഞൊരവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞ ക്രേഫിഷിനെ വളർത്തുന്ന മേഖലയിലും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.